പ്രാർത്ഥനയോടെ നമുക്ക് ആരാധന ആരംഭിക്കാം. ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ശനി ഒരുക്കാരാധന, നോമ്പ് ആരാധനയായി ഞങ്ങൾക്ക് നടത്തുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവമായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങയിൽ നിന്ന് ഊർജം ആർജിക്കുവാൻ പ്രിയപ്പെട്ടവരായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കരങ്ങളിൽ പ്രിയ മക്കളെ വഹിക്കണമേ. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുള്ളവരുണ്ട്, ക്ഷീണമുള്ളവരുണ്ട്. കർത്താവെ, അവരുടെ മേൽ ദൈവത്തിൻ്റെ ആശ്വാസകരവും ഉന്മേഷവും അങ്ങ് ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന ആരാധന ഞങ്ങൾക്ക് ഏറ്റവും നന്മയ്ക്ക് കാരണമായി തീരുവാൻ, ഇന്നത്തെ ആരാധന അങ്ങേക്ക് സുഗന്ധവാസനാ ബലിയായി മണക്കുവാൻ സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിവസമാക്കി ദൈവമേ അങ്ങ് അനുഗ്രഹിച്ച് നൽകണം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അതിൻ്റെ ഭാഗങ്ങൾ നിർവഹിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ക്രിസ്തുയേശുവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ക്രിസ്തു ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ 39ാമത്തെ ഗീതം, വാഴ്ത്തിടുന്നു 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 ഞാൻ എന്ന് ആരംഭിക്കുന്ന 39ാമത്തെ ഗീതം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാടാം. വാഴ്ത്തിടുന്നു 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 ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, ഹീനവിഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഹീനവിഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യജന്മമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മനുഷ്യജന്മമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. പാതകർക്കായി നീതി വഴി ഓതി തന്നോനേ, പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ. പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ. കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗ്ഗേ പോയോനേ, നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. ദൂതരുമാൻ മേഘവാഹനെ വരുന്നോനേ, വേഗം നിന്നെ കാൺമതിനായി കാത്തിരുന്നു ഞാൻ. വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ. നിൻ വരവിൽ മുന്നണിയായി നിന്നിടണേ ഞാൻ. വാഴ്ത്തി വാഴ്ത്തി നിന്നിടുന്നേ നിൻ വരവിനായി. വാഴ്ത്തി വാഴ്ത്തി നിന്നിടുന്നേ നിൻ വരവിനായി. നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനം, അതിനെ തുടർന്ന് പഴയ നിയമ വേദഭാഗം, ലേഖന വേദഭാഗം, സുവിശേഷം. നിശ്ചയിക്കപ്പെട്ട വ്യക്തികൾ അത് നയിക്കുന്നതാണ്. സങ്കീർത്തനം 124 നമുക്ക് ഏവർക്കും വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 124.
ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണനെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കുകയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. ചേർന്ന് വായിക്കാം. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇരിക്കാം. വേദഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കും. പഴയ നിയമ പാഠഭാഗം രൂത്ത് 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. രൂത്ത് 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിൻ്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്തേക്ക് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. ഈ തിരുവചന വ്യവസ്ഥകൾ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിപ്പി. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷക്കാരൻ എന്നോ? ഒരു നാളും അല്ല. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ദൈവം ഈ തിരുവചന വേദഭാഗങ്ങളാൽ നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വായിക്കുവാനായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം യോഹന്നാൻ 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ 15-ാം അധ്യായം 1 മുതൽ 10 വരെ.
ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഈ വാഴ്ചയുടെ തിരുവചനങ്ങൾ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ ഉണക്കാൻ പ്രാർത്ഥിക്കാം. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഈ സമയത്തിൽ ആത്മീയ ശക്തിയരുളേണം ദേവാ, ആത്മീയ ശക്തിയരുളേണം ദേവാ. പ്രാർത്ഥിക്കും വായേ നീ തൊട്ടടിയാർക്ക്, പ്രാർത്ഥിപ്പാൻ വാക്കുകൾ നൽകണം നാഥ, പ്രാർത്ഥിപ്പാൻ വാക്കുകൾ നൽകണം നാഥ. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും നിത്യം പരിപാലിക്കുകയും ചെയ്യും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല ദൈവമേശോപ്പ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പ. അടിയങ്ങളെക്കാൾ എത്രയോ മകൾ വ്യക്തികൾ ഈ ലോകം വിട്ടെടുക്കപ്പെട്ടവരായും പലരും പലതരത്തിലുള്ള രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവെ, അതെന്നെല്ലാം പാപികളും ദോഷികളുമാകുന്ന അടിയങ്ങളെ കർത്താവെ ഈ സമയാലത്തിൽ കൂട്ടി വരുത്തിയിരിക്കുന്ന അല്ലിതയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2 3 പേർ അപ്പൻ്റെ നാമത്തിൽ ഏക മനസ്സോടെ എന്ത് അയച്ചാലും തരാമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവെ, അടിയങ്ങൾ മുട്ടിപ്പായ അപ്പൻ്റെ സന്ധിയിലേക്ക് വരുന്ന കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ യാചനകളും അപേക്ഷകളും എല്ലാം അങ്ങ് ശ്രദ്ധിച്ച് കേട്ടാൻ മറുപടി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നോമ്പാരാധനയായി ഞങ്ങൾക്ക് ഈ ആലയത്തിൽ ചുരുക്കം ചിലർക്ക് കൂടുവാൻ തക്കണം കൃപ ചെയ്തല്ലപ്പാ. ഓരോ മക്കളെ അവിടെ നിന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ. അവിടെ വേദനകൾ, പ്രയാസങ്ങൾ, രോഗാവസ്ഥകളെല്ലാം എൻ്റെ തമ്പുരാൻ അറിയുന്നതിൽ ഇതേക്ക് ആസ്വദിക്കുന്നു. വന്നതുപോലെ അല്ലപ്പാ, തിരിച്ചനേകം സന്തോഷവും സമാധാനവും സുഖത്തോടും കൂടെ തന്നെ ആലയം വിട്ട് കടന്നു പോകാൻ തക്കണം അവിടെ നിന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആലയത്തിലുള്ള എല്ലാ കുടുംബങ്ങളെ അപ്പൻ്റെ സന്ധിയിലേക്ക് തരുന്ന കർത്താവെ, രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരെ, ഇങ്ങനെ പലതര ചിന്തകളിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അപ്പൻ്റെ സന്ധിയിൽ തരുന്ന കർത്താവെ, ഓരോ കുടുംബങ്ങളിലും അങ്ങ് കടന്നു ചെന്നവരുടെ ആവശ്യങ്ങൾ അങ്ങ് നിറവേറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെ വാർദ്ധക്യ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വാർദ്ധക്യത്തിലും നല്ല ഫലം കായ്ച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി ജീവിപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, യൗവനക്കാരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനകാലം ശ്രേഷ്ഠവന് ഓർത്തുകൊണ്ട് അപ്പനിഷ്ടവും പ്രസാദമുള്ള ജീവൻ നയിക്കാൻ തക്കണം ഓരോ മക്കളെ അവിടെ നിന്ന് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെവിടെ ആയിരുന്നാലും യേശോപ്പ അവരെ അവിടെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി യാചിക്കുന്നപ്പോൾ അവരുടെ യോഗ്യതക്കൊത്തവണ്ണ ഓരോ ഉപജീവന മാർഗങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് താഴ്മയോട് യാചിക്കുന്ന കർത്താവെ, യേശോപ്പ ബാലിയ ബാലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കർത്താവെ, പരീക്ഷ ഇതെല്ലാം നല്ലവണ്ണം എഴുതി കർത്താവെ ഉന്നതമായ വിജയങ്ങൾ നേടി അവിടെ ഭാവി ജീവിതങ്ങൾ ശോഭനമാക്കുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിൽ വ്യാപ്രാമായിരിക്കുന്ന മക്കൾക്കായി യാചിക്കുന്ന കർത്താവെ, തക്ക തുണികളാം കൂട്ടിച്ചേർത്ത് കർത്താവെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെല്ലാ സംഘടനകളെയും അപ്പൻ്റെ സന്ധ്യ തരുന്നു. സൺഡേ സ്കൂൾ, യുവജന സംഘടന, സ്ത്രീജന സംഘടന, ബാലജന സഖ്യ എല്ലാം അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവെ, ഓരോ സംഘടനയിലൂടെയും
അനേകം നന്മകൾ പ്രാപിപ്പാൻ തക്കണം. അപ്രകാരം ജീവിപ്പാൻ ഓരോ മക്കളെ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ നേരിട്ടാലും കർത്താവെ തളർന്നു പോകാതെ അപ്പൻ്റെ ക്രൂസിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിപ്പാൻ അവരോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം വളരെയധികം മ്ലേച്ഛമായി കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ മക്കളൊന്നും ഏൽപ്പെടാതെ അപ്പൻ അവിടുന്ന് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിൽ സുഖമില്ലാതെ കഴിയുന്ന ഓരോ മക്കളെ പേരാളാൻ പറയുന്ന അനുഗ്രഹിക്കുന്ന കർത്താവെ, വിശേഷിച്ച് നാഥാ ഡോക്ടർ ചന്ദ്രബാബു സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആലയത്തിൽ കാണുവാനും കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്ന എല്ലാ സൗഖ്യത്തിനായി നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പം ഇതുപോലെ ഭാരത്തിലും പ്രയാസത്തിലായിരിക്കുന്ന എല്ലാവരെയും അവിടെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ ആലയത്തിൽ നയിക്കുന്ന രണ്ടച്ഛന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന സേവനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകളായി തന്നെ തീരുവാൻ തക്കണം അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശോപ്പ നാളെ ഞങ്ങൾക്ക് വിശുദ്ധ ആലയത്തിൽ എല്ലാവർക്കും കടന്നു വരുവാനും ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ആ സംഘടനകളെല്ലാം മേക്കുമേൽ അഭിവൃദ്ധിയിലേക്ക് വരുവാനും അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചർച്ച കമ്മിറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു മനപ്പെട്ട് കർത്താവെ ഒരേപോലെ തീരുമാനങ്ങളെടുത്ത് സഭയ്ക്ക് മുന്നേറുവാൻ തക്കണം അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാ ഞങ്ങളുടെ ആ വാക്കിലൂടെയും പ്രവൃത്തിയിലും ചാരങ്ങൾ വന്നുവിട്ട് എല്ലാ പാപങ്ങളും കുറവുറ്റങ്ങളും അങ്ങ് ക്ഷമിക്കണം കർത്താവെ. അങ്ങക്ക് ഇഷ്ടവും പ്രസാദമുള്ള മക്കളായി തന്നെ ഞങ്ങൾ തീരുവാൻ തക്കണം അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എത്രയോ ജനങ്ങൾ ഈ സമയം നാഥ ഒരു നേരത്തെ ആഹാരമില്ലാതെയും വസ്ത്രമില്ലാതെയും കർത്താവെ പലതരത്തിലുള്ള പ്രയാസങ്ങളാലും ഭാരത്താലും കഴിയുമ്പോൾ നാഥ അങ്ങ് മനസ്സലിന്മേ അവിടെ പ്രയാസങ്ങൾ അവിടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ കർത്താവെ യുദ്ധത്തിൻ്റെ ഭീഷണിയുണ്ട് കർത്താവെ. നാഥ നല്ല വെടിവെച്ച സന്തോഷവും സമാധാനമായി പരസ്പര സ്നേഹത്തോട് തന്നെ ഓരോ രാജ്യങ്ങൾ തീരുവാൻ തക്കണം മറന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പാരാധനായി കർത്താവെ നാളിൽ കൂടുവാൻ തക്കണം അങ്ങ് തന്ന എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആവശ്യത്തിൽ അധികം നന്മകളെ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും തൃപ്തരാക്കണം. യേശു മൂലം പ്രാർത്ഥനയേക്കണം നല്ല ദൈവമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്തുതിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരെ ക്ഷമിച്ചിരിക്കുന്നവർ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയെ കടത്താ സകലദോഷവും ഉപയോഗിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് അങ്ങേക്കുള്ളതാവുന്നു. ആമേൻ. ഈ സമയത്ത് നമുക്ക് 483 ഗീതം ഇരുന്നു കൊണ്ട് പാടാം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്നാരംഭിക്കുന്ന ആ സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം മുകളിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം.
ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാൻ, കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ അർപ്പിച്ചിരിക്കുന്ന കാഴ്ച അങ്ങ് സ്വീകരിക്കണമേ. ഇത് അർപ്പിച്ചിരിക്കുന്നവരെയും അർപ്പിക്കേണ്ടുന്നവരെയും ഒരുപോലെ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾ സമർപ്പിച്ചതിലൂടെ ഞങ്ങളെ തന്നെ മുഴുവനായും സമർപ്പിക്കുന്നതിന് കാരണമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഈ കാഴ്ച അങ്ങ് സ്വീകരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കുകയും ചെയ്യും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പ് ആരാധനയുടെ 16-ാം ദിവസം നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ച കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നാളെ വിശുദ്ധ ഞായറാഴ്ചയാണ്. നാളത്തെ ആരാധനയിൽ എല്ലാവരും സന്തോഷത്തോടെ ഒരുക്കത്തോടെ പങ്കെടുക്കുവാൻ പ്രത്യേകാൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പെരുകുമാറാകട്ടെ. ഈ നാളുകളിൽ ജോലി തിരക്കുകളുടെ ഇടയിൽ സമയം കണ്ടെത്തി നോമ്പാരാധനയ്ക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവം തീർച്ചയായിട്ടും ആശീർവദിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയുണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും, അതിന് യാതൊരു തർക്കവുമില്ല. അനേക നോമ്പ് നാളുകളിൽ തെളിയിക്കപ്പെട്ടതാണ് ആ വാഗ്ദത്ത അനുഗ്രഹം. നിങ്ങളുടെ മനസ്സിൽ ദൈവ ഇഷ്ടപ്രകാരം ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ ദൈവം നടത്തി നിറവേറ്റി തരിക തന്നെ ചെയ്യും. പ്രത്യേകാല ഈ നാളുകളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കൊയറിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ, വാർദ്ധക്യ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് 293-ാമത്തെ ഗീതം കൈയടിച്ച് പാടി വചന സന്ദേശത്തിലേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 293-ാമത്തെ ഗീതം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു പാട്ടാണ്. യേശുവിനോട് ചേർന്ന് ജീവിക്കുക, ക്രൂശിൻ്റെ അരികിൽ ചേർന്നിരിക്കുക. ഇതാണ് ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 493. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ആമേൻ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ.
ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേ തൻ കൂടെ വാഴാനെന്നു സാധ്യമോ. പാർക്കുന്നേ തൻ കൂടെ വാഴാനെന്നു സാധ്യമോ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിലെന്നെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. എന്നു തീരുമെൻ്റെ കഷ്ടമിന്നി മണ്ണിലേ. അന്നു മാറുമെൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തൻ്റെ ശുദ്ധരൊത്തു പാടിയാക്കുവേ. അന്നു തൻ്റെ ശുദ്ധരൊത്തു പാടിയാക്കുവേ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. നല്ലവനെ വല്ലഭനെ പൊന്നു കാന്തനെ. അല്ലൽ തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോദത്തോടു വീണകളേന്തി. തുല്യമില്ല മോദത്തോടു വീണകളേന്തി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വചനം അങ്ങാണല്ലോ. അങ്ങാകുന്ന വചനത്തെ ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന വാഗ്ദത്ത വചനം സാക്ഷ്യത്തോടെ ഞങ്ങൾക്ക് പ്രസ്താവിക്കുവാൻ ദൈവമേ അങ്ങ് കൃപ നൽകുന്ന ദയക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുവാനും ഞങ്ങളിൽ യേശു ജീവിക്കുവാനും ഇന്നത്തെ വചന ഘോഷണത്തെ ദൈവം അനുഗ്രഹിക്കണമേ. വചനം സംസാരിക്കുവാൻ അടിയനെ അധികാരപ്പെടുത്തണമേ. അതനുസരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണം. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും നിങ്ങളുടെ മുമ്പിൽ വചന സന്ദേശവുമായി നിൽക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒന്നുകൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചിന്തിക്കുന്ന വേദഭാഗത്തിൻ്റെ കുറിവാക്യം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം.
ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. I am crucified with Christ. Nevertheless I live, yet not I, but Christ liveth in me. I am crucified with Christ. Nevertheless I live, yet not I, but Christ liveth in me. ഇത് പൗലോസിൻ്റെ ഒരു ആഴമായ സാക്ഷ്യമാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ എടുത്തിരിക്കുന്ന വലിയ പ്രതിജ്ഞയാണ് സാക്ഷ്യമായി നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുന്നത്. ഒരു വ്യക്തി ഒരു പുതിയ ആത്മീയ ജീവൻ പ്രാപിക്കണമെങ്കിൽ ആദ്യം മരിക്കണം. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. ആദ്യം മരിക്കണം. പഴയ സ്വഭാവം മരിക്കണം. അതിനെ ക്രൂശിൽ തറയ്ക്കണം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ച് സഹായിച്ചാൽ കുറച്ച് സപ്പോർട്ടിംഗ് ആയിരിക്കും. മൈക്കിലൂടെ വായിച്ചാൽ വളരെ ഉപകാരം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. നാം ഇനി പാപത്തിന് അടിമപ്പെടുവാൻ പാടില്ല. ഞാൻ അതിൻ്റെ യഥാർത്ഥ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ചവരാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പം നമ്മളിനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരണം. അങ്ങനെ നീക്കം വരണമെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ നാം സ്നാനപ്പെടുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, വിശുദ്ധീകരണം പ്രാപിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെടണം. റോമർക്ക് എഴുതിയ ലേഖനം 6:6 അതാണ് വായിച്ചത്. ഒന്നുകൂടെ വായിക്കാമോ? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. സ്നാനപ്പെട്ട ഓരോ വ്യക്തിയും വ്യക്തമായിട്ട് ഇതറിയണം. എൻ്റെ പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. എൻ്റെ പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ ഞാൻ പുതിയ മനുഷ്യനാണ്, രൂപാന്തരപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അധിപൻ, ഈ ലോകത്തിൽ കർത്തൃത്വം നടത്തുന്നത് ആരാണ്? പിശാചാണ്. അപ്പം ഈ ലോകത്തിൻ്റെ പിശാച് നമ്മിൽ പല പ്രലോഭനങ്ങളും കൊണ്ടുവരും. ആ പ്രലോഭനം നമ്മിൽ കൊണ്ടുവരുമ്പോൾ ആ കുറ്റം അഥവാ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനാണ് പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രനായ ക്രിസ്തു ഇരിക്കുന്നത്. എന്താണ് യേശു പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? ദൈവത്തോട് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന 3 കുഞ്ഞുങ്ങൾ ഇങ്ങ് ഫ്രണ്ടിൽ വന്നിരുന്നേ. ആ 3 മക്കളും ഇവിടെ വന്നിരിക്കാൻ ഇപ്പുറത്ത് ഇങ്ങോട്ട് നോക്കി, എന്നെ നോക്കി. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ കുഞ്ഞുങ്ങളുടെ മേൽ പകരട്ടെ. പ്രത്യേകിച്ച് SLCക്ക് പരീക്ഷ എഴുതുന്ന മക്കൾ, കുഞ്ഞുമോൻ. ദൈവമേ ഈ പ്രിയ മക്കളെ ദൈവം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങൾ
വന്നേക്കാം. ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് പ്രലോഭനങ്ങൾ വന്നേക്കാം. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിന് യേശുവിൻ്റെ നാമത്തിൽ, പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് മുദ്രയിട്ടിട്ടുണ്ട്. ആ മുദ്രയുള്ളത് കൊണ്ട് അഥവാ അറിയാതെ തെറ്റ് ചെയ്തു പോയാലും പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുകയാണ്. എൻ്റെ യേശു പറയുകയാണ്, എൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് നിന്നെ, ഈ മകനെ അല്ലെങ്കിൽ ഈ മകളെ. അതുകൊണ്ട് എൻ്റെ വകയാണ് അവൻ അല്ലെങ്കിൽ അവൾ. അതുകൊണ്ട് ആ വ്യക്തിയോട് ക്ഷമിക്കണമെന്ന് പറയും. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക. ആ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഒരിക്കലും നമുക്ക് തെറ്റിപ്പോകുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക, യേശുവിനോട് കൂടെ എന്നുള്ളത് വളരെ പ്രധാനമാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ടപ്പോൾ 2 വശത്ത് 2 കള്ളന്മാർ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. റോമർക്കെഴുതിയ ലേഖനം 6:6 വായിച്ചത് ഇങ്ങനെയാണ്: പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെടണം. പലരും കൂടെ ക്രൂശിക്കപ്പെടുന്നു. തിന്മയ്ക്ക് ക്രൂശിക്കപ്പെടുന്നു, മദ്യപാനത്തിന് ക്രൂശിക്കപ്പെടുന്നു, വ്യഭിചാരത്തിന് ക്രൂശിക്കപ്പെടുന്നു, ഈ ലോകത്തിലെ തിന്മകൾക്ക് ക്രൂശിക്കപ്പെടുന്നു. നാം ക്രൂശിക്കപ്പെടേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ. യേശുവിന് മാത്രമേ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നമുക്ക് വിശുദ്ധ ജീവിതം നടത്തുവാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തുവിനോടുകൂടെ നാം ക്രൂശിക്കപ്പെടുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുന്നു. നമ്മളൊന്ന് ചിന്തിക്കുക, മരിച്ചു കിടക്കുന്ന ഒരു ബോഡി അതിൻ്റെ ക്രിയകളൊക്കെ ചെയ്ത് ശവസംസ്കാരത്തിന് വേണ്ടി ഒരുക്കുകയാണെന്ന് വിചാരിക്കുക. ബോഡി, ഈ ബോഡിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ? മരിച്ച് കിടക്കുന്ന ഒരു ബോഡിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ പുതുശക്തി പ്രാപിച്ച, വീണ്ടും ജന്മം പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട ഒരു വ്യക്തി ചിന്തിക്കണം, എൻ്റെ പഴയ പാപ ശരീരം മരിച്ചിരിക്കുന്നു എന്ന് പറയാമോ? നിങ്ങളുടെ ശബ്ദം വേണ്ട, ഉള്ളിൽ പറയാമോ? എൻ്റെ പാപ സ്വഭാവം മരിച്ചിരിക്കുന്നു. എൻ്റെ പഴയ ജീവിതം, ആ മോശമായ ജീവിതം, കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ജീവിതം, അത് മരിച്ചിരിക്കുന്നു. നമ്മുടെ പഴയ സ്വഭാവം, പാപ സ്വഭാവം മരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവവും പ്രകൃതിയും നമ്മുടെ ജീവിതത്തെ നിറയ്ക്കും. ഇത് നാം പ്രതിജ്ഞയായിട്ട് എടുക്കുമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, സ്വഭാവം, പ്രകൃതി, അതാണ് പൗലോസ് പറഞ്ഞത്, യേശുവിൻ്റെ ഭാവം നിങ്ങളിലുണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ ഭാവം നമ്മിലുണ്ടാകണമെങ്കിൽ നാം തീർച്ചയായിട്ടും മനസ്സിൽ ചിന്തിക്കണം, എൻ്റെ പഴയ പാപ സ്വഭാവം, പഴയ ജീവിതം മരിച്ചിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ, ഉറപ്പിച്ച് നാം പ്രഖ്യാപിക്കുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഇത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ. വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ശക്തി ലഭിച്ചാൽ മാത്രമേ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റൂ. നമ്മുടെ ഒന്നും കഴിവല്ല, നമ്മുടെ ഒന്നും യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ആ മനസ്സലിവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത്, ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ കൈകൾക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല, കാരണം എൻ്റെ കൈകളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു. എൻ്റെ കാലുകൾക്ക് ഇനി പാപം ചെയ്യുവാൻ കഴിയുകയില്ല, എൻ്റെ കാലുകളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലുകളോട് ചേർത്ത് ആണിയടിച്ചിരിക്കുന്നു. ഇനി എങ്ങനെ എണീറ്റ് പാപം ചെയ്യാൻ കഴിയും? ക്രിസ്തുവിൽ മരിച്ച് നീതിക്ക് ജീവിക്കുക. അങ്ങനെ ഇനി നാമല്ല, നമ്മുടെ പഴയ സ്വഭാവമല്ല നമ്മിൽ ഇനി വസിക്കുന്നത്, ക്രിസ്തുവാണ് നമ്മിൽ വസിക്കുന്നത്.
ഒന്ന് ഹൃദയത്തിൽ തീരുമാനിക്കാമോ, ഇനി ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൽ നയിക്കുന്നത് എന്ന് ഒന്ന് ഉറപ്പിച്ച് പറയാമോ? കാരണം നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള ഉറപ്പെന്ന് പറയുന്നത് അത് ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും കൂടെ യോജിച്ച് നിങ്ങളുടെ മേലിട്ട പ്രതിഷ്ഠയാണ്, വരയാണ്, കുരിശ് വരയ്ക്കുന്നത്. ഇത് നമ്മുടെ നെറ്റിയിലുള്ളത് കൊണ്ട് ശരീരത്തിൽ അത് പ്രവർത്തിക്കും. നെറ്റിയിൽ വരയ്ക്കുന്നതിന് പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിലെ സകല ഊർജവും വന്നു ചേരുന്ന ബിന്ദു നെറ്റിയാണ്, അവിടെയാണ് ക്രൂശ് വരയ്ക്കുന്നത്. അപ്പം ആ ഒരു മുദ്ര ഉണ്ട് എങ്കിൽ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു എന്ന പ്രകാശം, എന്ന വെളിച്ചം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പഴയ സ്വഭാവം മരിച്ചിരിക്കുന്നു. നാം ആ പഴയ പാപ സ്വഭാവത്തിൽ നിന്നും മോചനം നേടിയിരിക്കുന്നു. 3 ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം നമ്മുടെ പഴയ രഹസ്യ സ്വഭാവം, പാപ സ്വഭാവം മരിച്ചിരിക്കുന്നു. ആ പഴയ പാപ സ്വഭാവത്തിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, നാം ഇനി ഒരിക്കലും ആ പഴയ പാപ സ്വഭാവത്തിലേക്ക് തിരികെയില്ല. ഉറപ്പിക്കാമോ മനസ്സിൽ? ദൈവമേ, അങ്ങയുടെ ശക്തി എൻ്റെ ഉള്ളിൽ പകരണമേ, ഞാൻ പാപം ചെയ്യാതിരിക്കാൻ. സ്നേഹമുള്ള മക്കൾ അപ്പനമ്മമാരോട് പെട്ടെന്ന് കോപിച്ചാലും തൊട്ട് ശകലം സമയം കഴിയുമ്പോൾ അപ്പനും അമ്മയ്ക്കും സ്നേഹക്കുറവൊന്നും കാണില്ല. നിങ്ങൾക്ക് ശകലം പരിഭവം വന്നിട്ട് പിന്നെ ഓടിപ്പോയി, അമ്മ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, തീർച്ചയായിട്ടും പറയും. ദൈവത്തിൻ്റെ മക്കൾ അങ്ങനെ പറയും. ചിലപ്പോൾ കണ്ണുനീരും വരും. അമ്മ എന്നോട് ക്ഷമിക്കണം, പപ്പ എന്നോട് ക്ഷമിക്കണം. അതാണ് ദൈവത്തിൻ്റെ കരുണയും കൃപയും ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങളുടെ മേൽ വരുന്നത് എന്ന് പറയുക. റോമർക്ക് എഴുതിയ ഒരു ഭാഗം കൂടെ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 6:3 മുതൽ 8 വരെയുള്ള വാക്യം ഒന്ന് നിർത്തി വായിക്കാം. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. മതി, ഞാനിപ്പോൾ പറഞ്ഞതിന് നിങ്ങൾക്ക് വാക്യം വായിച്ച് ഒന്നുകൂടെ സ്ഥിരീകരിക്കുകയാണ്. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നു. തുടർന്ന് വായിക്കാമോ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ. അതാണ് ഞാൻ നേരത്തെ സന്ദേശത്തിലൂടെ പറഞ്ഞത്. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, സ്നാനത്തിലൂടെ 3 കാര്യം നടക്കും. ഒന്ന്, നമ്മുടെ പാപങ്ങൾ മുഴുവൻ ആ കുരിശിൽ തറയ്ക്കുമ്പോൾ കുഴിച്ചിടുന്നു. വെള്ളം ശരീരത്തിൽ തളിക്കുമ്പോൾ അല്ലെങ്കിൽ മുങ്ങി സ്നാനമെടുക്കുമ്പോൾ ആ പാപം മുഴുവൻ കുഴിച്ചപ്പെടുന്നു. പിന്നെ ആ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കുരിശ് വരയ്ക്കുമ്പോൾ നാം യേശുവിനോട് കൂടെ ഉയർക്കുകയാണ്. അപ്പോൾ ഇനി ഉയർത്ത ജീവനാണ് നമ്മളോട് കൂടെ ഉള്ളത്. അതുകൊണ്ട് ഇനി പഴയ മനുഷ്യൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. നാം ഇനി ഒരിക്കലും ആ പാപ സ്വഭാവത്തിലേക്ക് പോവുകയില്ല. അതുകൊണ്ട് കർത്താവേ, എനിക്ക് അതിനുള്ള ശക്തി തരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക. ഒരു ഭാഗം കൂടെ നമുക്കെടുക്കാം. ഇന്ന് പാഠമായി വായിച്ച രൂത്ത് 1:16-17 വാക്യങ്ങൾ. അവിടെ മോവാബ് ദേശത്ത് പരദേശിയായി പാർത്ത നവോമിയെയും ഭർത്താവിനെയും കാണാം. മോവാബ് ദേശത്ത്, മോവാബ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലമാണ്. അവിടെ പരദേശിയായിട്ട് പാർത്തവരാണ് ഈ നവോമിയും കുടുംബവും. നവോമിക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. ഈ 2 പേരും
കല്യാണം കഴിച്ചു. അവരുടെ മരുമക്കളുടെ പേരാണ് ഓർപ്പയും രൂത്തും. ഈ 2 ആൺമക്കളും മരിച്ചു. മരിച്ച സമയത്ത് ഈ അമ്മായിയമ്മ മരുമക്കളോട് പറയുകയാണ്, നിങ്ങൾ 2 പേരും നിങ്ങളുടെ നാട്ടിലേക്ക് പോകണം, നിങ്ങൾക്ക് പ്രായം കുറവാണ്, ചെറുപ്പക്കാരാണ് നിങ്ങൾ പോയി വേറെ കല്യാണം കഴിച്ച് ജീവിക്കണം എന്ന് വളരെ നല്ല മനസ്സോടെ അമ്മായിയമ്മ മരുമക്കളോട് പറയുന്നു. ഈ സമയത്ത് ഓർപ്പ അമ്മായിയമ്മയുടെ അടുത്ത് നിന്ന് വന്ന് ചുംബിച്ച് അവരെ വിട്ട് പോയി. അതാണ് വായിച്ച് തുടങ്ങിയതെന്ന്. തുടർന്ന് രൂത്ത് പറയുകയാണ്, വായിക്കാമോ? 16:17 ഒന്നിൻ്റെ. നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഈ ഒരു തീരുമാനമെടുക്കാമോ? ഇങ്ങനെ രൂത്ത് തീരുമാനമെടുത്തപ്പോൾ പിന്നെ സംഭവിച്ചത്, യേശുക്രിസ്തുവിൻ്റെ ജനന വംശാവലിയിൽ രൂത്ത് ഇടം നേടി. സുവിശേഷ ഭാഗത്തിൽ, ഇന്നത്തെ ഭാഗത്തിലല്ല, സുവിശേഷത്തിൽ വായിച്ചാൽ യേശുവിൻ്റെ വംശാവലി പറയുന്ന സ്ഥലത്തിൽ രൂത്തിന് ഇടം നേടി. മോവാബ് ദേശത്ത് അവിടെ വസിക്കുകയും താൻ വീണ്ടും ഒരു പുരുഷനാൽ ആകർഷിക്കപ്പെടുകയും ബോവാസ് ആകർഷിക്കപ്പെട്ട് യേശുവിൻ്റെ പരമ്പരയിലെ, യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിലെ ഒരു കണ്ണിയായി തീർന്നു രൂത്ത്. എന്താ കാര്യം? ഇപ്പൊ വായിച്ചു കേട്ടത് തന്നെ, നിന്നെ വിട്ട് പിരിയാൻ എന്നോട് പറയരുതേ, നിന്റെ ജനം എൻ്റെ ജനം, നീ മരിക്കുന്ന ഇടത്ത് ഞാനും മരിക്കും, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇത് യേശുവിനോട് ചേർന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് എങ്ങനെ പാപം ചെയ്യുവാൻ കഴിയും? രൂത്തിന്റെ തീരുമാനം അവളെ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ കണ്ണിയായി തീരുവാൻ സഹായിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇത് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. മനോഗതം നമ്മുടെ ഉള്ളിൽ ഒന്ന് ചോദിക്കാമോ? എൻ്റെ ശരീരത്തിൽ ആരാണ് വസിക്കുന്നത്? എൻ്റെ ശരീരത്തിൽ കോപം വസിക്കുന്നുണ്ടോ? എൻ്റെ ശരീരത്തിൽ ഈർഷ്യ വസിക്കുന്നുണ്ടോ? എൻ്റെ ശരീരത്തിൽ അസൂയ വസിക്കുന്നുണ്ടോ? എൻ്റെ ശരീരത്തിൽ സ്നേഹമാണോ വസിക്കുന്നത്? എൻ്റെ ശരീരത്തിൽ കരുതലാണോ വസിക്കുന്നത്? എൻ്റെ ശരീരത്തിൽ താഴ്മയാണോ വസിക്കുന്നത്? എന്നോട് തന്നെ ഞാൻ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. നമ്മുടെ പഴയ സ്വഭാവമാണോ അതോ ക്രിസ്തുവാണോ എന്നിൽ വസിക്കുന്നതെന്ന് നമ്മോട് തന്നെ ചോദിച്ചാൽ നമുക്കതിനുള്ള ഉത്തരം കിട്ടും. പൗലോസിനോട് നമുക്ക് ചേർന്ന് പറയാമോ, ക്രിസ്തുവിനോട് കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്? ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന വ്യക്തിക്ക് ഇനി പഴയ പാപത്തിലേക്ക് പോകുവാൻ ഒരിക്കലും കഴിയുകയില്ല. പഴയ മനുഷ്യൻ മരിച്ചു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡിക്ക് തൻ്റെ പഴയ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുകയില്ല. പഴയ മനുഷ്യൻ മരിച്ചുപോയി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമോന്നതമായ യഥാർത്ഥ അർത്ഥം ഇത് തന്നെയാണ്. ക്രിസ്തു നമ്മിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയിൽ ജീവിക്കുന്നു. നമ്മിലൂടെ ക്രിസ്തു ജീവിക്കണം. ഇത് യേശു ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമുക്ക് ജീവിക്കുന്നതിന് കഴിയും. യേശു പറഞ്ഞു, ഇന്ന് പാഠമായി വായിച്ച യോഹന്നാൻ സുവിശേഷം 15:4-5 കൂടെ വായിക്കാം. യോഹന്നാൻ സുവിശേഷം 15:4-5.
ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമ്മുടെ ജീവിതം നയിക്കുവാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 15:4-5. ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ്, ഇത് വളരെ യേശുക്രിസ്തുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. വീണ്ടും ഞാൻ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കുരിശ് വരച്ച് സ്നാനപ്പെട്ട വ്യക്തിക്ക് ഇതൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ വായിച്ചതിൻ്റെ അവസാനത്തെ പാർട്ടൊന്ന് വായിക്കാമോ ഒന്നുകൂടെ? എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു ക്രിസ്ത്യാനിയോട്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയോട് യേശു പറയുകയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെ യേശുവിനെ പിരിഞ്ഞ് ചെയ്താൽ അതൊക്കെ വളരെ അധപ്പതനത്തിലേക്ക് പോകും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നു. കർത്താവിനോട് ചേർന്ന് നാം ഒരു കാര്യം കൂടെ ഓർക്കണം. ജാതികളാണ് നാം. നാളത്തെ മെസ്സേജിൽ അതാണ് ആ മെസ്സേജ്. അതിൽ കൂടുതൽ വിശദീകരിക്കും. നമ്മൾ യഹൂദന്മാരല്ല, പുറം ജാതിക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഹൂദന്മാരെ യഥാർത്ഥ ഒലിവിൻ്റെ വൃക്ഷമായും ജാതികളെ കാട്ടൊലിവിൻ്റെ വൃക്ഷമായിട്ടുമാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം കാട്ടൊലിവിൻ്റെ ശിഖരങ്ങളായിരുന്ന നമ്മെ ദൈവം അതിൽ നിന്ന് വെട്ടിയെടുത്ത്, ആ കൊമ്പിനെ വെട്ടിയെടുത്ത് യഥാർത്ഥ ഒലിവ് മരത്തിൻ്റെ കൊമ്പിനെ വെട്ടിമാറ്റിയിട്ട് അവിടെ ഒട്ടിച്ചു ചേർത്തു. ഓർക്കണേ, യഥാർത്ഥ ഒലിവ് മരത്തിൻ്റെ കൊമ്പിനെ വെട്ടിക്കളഞ്ഞിട്ട്, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ബൈബിളിൽ, വെട്ടിക്കളഞ്ഞിട്ട് നമ്മെ അവിടെ ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ യഥാർത്ഥ ഒലിവായ യേശുക്രിസ്തുവിൽ നിന്ന് ഊർജം സ്വീകരിച്ച് നാം വളർന്ന് ഫലം കായ്ച്ചില്ല എങ്കിൽ പിന്നെയും തന്നെ വെട്ടിക്കളയാം. ബൈബിളിലെ വാക്യമാണ്. അതാണ് നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ വാക്യം വളരെ അടിസ്ഥാനപരമായിട്ട് എടുത്ത് പേടിപ്പിക്കാനല്ല പറഞ്ഞത്. യേശു പറഞ്ഞതാണ് എന്നെ പിരിഞ്ഞ്. ആരോട് പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന മാനസാന്തരപ്പെട്ട രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയോടും യേശു പറയുകയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമുക്ക് ജീവിക്കുന്നതിന് കഴിയും. അങ്ങനെ മറ്റുള്ളവർ നമ്മിലുള്ള ക്രിസ്തുവിനെ കണ്ട്, മറ്റുള്ളവർ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ കണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഇടയാകും. ഉള്ളിൽ പറയാം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ദൈവത്തിനായ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷയും നിത്യജീവനും ലഭിച്ചിരിക്കുന്നു. എണീക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഞാൻ ഈ പറയുന്ന വാക്യം എന്നോട് ചേർന്ന് പ്രതിവാക്യമായിട്ട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം സമാപന പ്രാർത്ഥനയ്ക്കായി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ സന്ധ്യയിൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് നോമ്പ് ആരാധനയായി യേശുവിനോട് ചേർന്നിരിക്കുവാൻ, യേശുവിനോട് ക്രൂശിക്കപ്പെടുവാൻ, ഞങ്ങളിൽ ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് ഒന്നുകൂടെ ഓർക്കുവാൻ, ഉറപ്പിക്കുവാൻ, പ്രതിഷ്ഠിക്കുവാൻ ദൈവമേ അങ്ങ് കൃപ നൽകിയതിനായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ജനത്തെ ദൈവം ആശ്വസിപ്പിക്കണമേ. യേശു തൻ്റെ പരിശുദ്ധ വേളയിൽ ജനത്തോട് മനസ്സറിഞ്ഞതുപോലെ ഞങ്ങളോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ദൈവകൃപയിൽ
എല്ലാവരെയും സൂക്ഷിക്കണമേ. അങ്ങയുടെ കൃപ, അങ്ങയുടെ മനസ്സലിവ്, അങ്ങയുടെ ദയ ഞങ്ങളോട് കൂടെ ഇരിക്കുകയും ഞങ്ങളെ പാപം ചെയ്യാതെ വണ്ണം യേശുവിനോട് ചേർന്ന് നടക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മടക്കയാത്രയിൽ കൂടെ ഇരിക്കണമേ. ഇന്ന് രാത്രി സുഖമായ വിശ്രമം നൽകണമേ. രാവിലെ അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ വ്യാപരിപ്പാൻ ദൈവം സഹായിക്കും. മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും വിശുദ്ധ സഭയോടും എല്ലാ വിശ്വാസികളോടും ഇന്ന് മുതലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിയുടയ മഹോന്നത പരനീ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോന്നത പരനീ വന്ദനം നിനക്കാമേ.